കൂട്ടത്തിൽ കൂടുന്നത് കുറേ പേരുണ്ട്. അപ്പോൾ ഞാൻ പറയുമ്പോൾ പുരുഷന്മാരെ വന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു കേട്ടോട്ടെ, നമ്മൾ അവരുടെ കൂട്ടത്തിലുള്ളവർ തന്നെയല്ലേ വരാൻ പാടില്ലേ? കാരണം പന്തളിങ്ങൾക്ക് ചോദിക്കാനുള്ള പല ചോദ്യങ്ങളും അവിടെ സ്റ്റക്കായി പോകുന്നുണ്ട്. അപ്പോൾ ഒരു വലിയൊരു വെബിനാർ പോലെയുള്ളതിൽ ഇപ്പോൾ അവർ ചോദിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അതൊക്കെ ഉണ്ട്. അതിൽ പക്ഷെ എനിക്ക് തോന്നിയില്ല, അത് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് കേട്ടോ. എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഒരിക്കലും ഫീൽ ചെയ്യാറില്ല. അതുകൊണ്ടുള്ള ഇതായിരിക്കാം. ആ ഉണ്ടാവും. അതെ അതെ സംശയങ്ങൾ വരാം. അതെ അത് ഈ പറഞ്ഞതാ ശരി. കുറച്ചുകൂടി ഞാൻ ടീച്ചറാകുമ്പോൾ എനിക്കത് അതിലൊരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്യണില്ല. അറിയാം എന്ന് വെച്ചാൽ ഒരു കുടുംബം എന്ന് പറയുമ്പോൾ ഇവിടെ എപ്പോഴും ഒരാളും ഒരു പെണ്ണും ഉണ്ടല്ലോ. ഒരു കുട്ടിയുടെ ബുദ്ധിമുട്ട് ആ അച്ഛൻ അറിയണ്ടേ, അമ്മ അറിയണ്ടേ, അല്ലെങ്കിൽ സഹോദരന്മാരുണ്ടെങ്കിൽ അവരറിയണ്ടേ. അപ്പം അതിലൊരു വ്യത്യാസം ഏതൊരു ഘട്ടത്തിലായാലും എനിക്ക് തോന്നണില്ല. അത് ചിലപ്പോൾ കുറവായിരിക്കാം. ഉണ്ടാവും ഉണ്ടാവും. ഞാനത് എൻ്റെ ഒരു മനസ്സിലോട്ട് നോക്കിയത് മാറിയിട്ടില്ല. അതാണ് കുറച്ചുകൂടി പുറത്തേക്ക് വന്നാൽ ചിലപ്പോൾ ഇതൊക്കെ മാറും. കുറച്ചുകൂടി വരണം, ഇനിയും വരണം. ഈ വീട്ടിൽ ഘട്ടത്തിൽപ്പാട് പറഞ്ഞ പോലെ നമ്പൂതിരി കുറച്ചുകൂടി മനുഷ്യനാവാനുണ്ട്. ഇനിയും അതാണ് നമുക്ക് കുറച്ചുകൂടി അങ്ങനെ മുമ്പാക്കൊക്കെ പോവാം. ഇതിൻ്റെ ബുദ്ധിമുട്ട് അത് വിചാരിക്കണ്ട. അങ്ങനെ ആ തടസ്സത്തിനെ പരമാവധി മറികടക്കാൻ നോക്കുക, ശ്രമിക്കുക എന്നുള്ളതല്ലേ നമ്മൾ ചെയ്യേണ്ടത്. വിദ്യാഭ്യാസം, അറിവ് അതിനുള്ളതായിട്ട് നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് അറിവുണ്ടെന്നുണ്ടെങ്കിൽ എവിടെ പോയിട്ട് നാലും അത് പറയാൻ പറ്റും. എന്നുവെച്ചാൽ മറ്റുള്ളവരെന്തെങ്കിലും പറഞ്ഞാൽ അതല്ല എന്ന് പറഞ്ഞിട്ട് എനിക്കറിയാം അങ്ങനെയല്ല എന്ന് പറയാൻ ചങ്കുറ്റുണ്ടാവണമെങ്കിൽ നമുക്ക് അറിവിൻ്റെ ബലം വേണം. ചിലപ്പോൾ സ്ത്രീകളെ അബല എന്നൊക്കെ പറയുന്നുണ്ടാവുമായിരിക്കും. മറ്റുള്ള ഒരു പുരുഷൻ ചെയ്യുന്ന കാര്യം 4 പെണ്ണ് കൂടിയാലേ ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ ഫിസിക്കലി, അവരുടെ ശരീര പ്രകൃതം അനുസരിച്ച്. പക്ഷെ മനസ്സുകൊണ്ട് അത്ര വ്യത്യാസമൊന്നുമില്ല. എല്ലാവർക്കും വികാരങ്ങളുണ്ട്, എല്ലാവർക്കും അഭിവാഞ്ചകളുണ്ട്, ബുദ്ധിയുണ്ട്. സ്ത്രീകളാരും മോശക്കാരാണെന്ന് ഒരിക്കലും പറയരുത്. നമ്മളാരും പറഞ്ഞിട്ടല്ല, ഇവിടെ പറയുന്നുണ്ടെന്നുമല്ല, ഞാൻ പറഞ്ഞതിൻ്റെ ആ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എല്ലാവരും അതെ അതെ ഒരു വ്യത്യാസം വിചാരിക്കണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്താഗതി. അവിടേക്ക് എത്തട്ടെ, അവിടേക്ക് എത്തണം എല്ലാവരും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു പരിപാടിയാണ്. എല്ലാം കുറേ പേരെ കാണാൻ പറ്റി, കുട്ടികളെയൊക്കെ കാണാൻ പറ്റി. ഇതിലേക്ക് ഇങ്ങനെ ഓൺലൈനായിട്ടുള്ള കണ്ടിട്ടുള്ള പരിചയമുള്ളൂ. ശ്രീരാമേട്ടനെയും കുട്ടികളെയും അതുപോലെ ഇവരൊക്കെ എല്ലാവരെയും നേരിട്ട് കാണാൻ പറ്റിയത് സന്തോഷം. പിന്നെ ഒപ്പമുള്ളവരാണ്, ഇതിലേക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണുന്നതാണ്. എന്നാലും അവരെ ഇവിടെ വെച്ച് കൊറോണ കാലമായതുകൊണ്ടൊരു കുറേ കാലത്തേക്ക് ഒരു കാണല്, ഈ എല്ലാവരെയും ഓൺലൈനായിട്ടുള്ള കാണലേ ഉള്ളൂ. അല്ലാതെ നേരിട്ട് കാണാൻ പറ്റിയത് സന്തോഷം കൂടി അറിയിച്ചിട്ട് നിർത്തട്ടെ. നമസ്കാരം. അപ്പോൾ നമുക്ക് ഇതുവരെ ക്ലാസ് എടുത്തത് സ്ത്രീകളെടുത്തി 2 ക്ലാസ് എടുത്തിട്ടുണ്ട്. സരിതയെടുത്തി നാരായണത്തെ കുറിച്ചാണ് ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ നമുക്ക് ആദ്യം 5 അധ്യാപകർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വിജയകുമാരി, അമ്പലം, മണിമംഗലം, സരിതാമതീശ്വര്, കാവനാട്. അപ്പോൾ അതിൽ നിന്നും ഇപ്പോൾ എത്ര അധ്യാപകന്മാരെ നമുക്ക് കിട്ടി, സ്ത്രീകളെ വിഷയം കിട്ടി. ഇപ്പം അവർക്ക് പറ്റിയ വിഷയങ്ങളെക്കുറിച്ച് പലരും ഇപ്പോൾ സംസാരിക്കാൻ തുടങ്ങി നമ്മുടെ ഗ്രൂപ്പിൽ. അതും എനിക്ക് തോന്നുന്നു 1ാമത്തെ ഗ്രൂപ്പിലാണ് ഇത്രയും അധ്യാപകരുള്ളത്. 3ാമത്തെയും 4ാമത്തെ 5ാമത്തെ ഗ്രൂപ്പിലെല്ലാം പോസ്റ്റ് ഇട്ടാൽ ആരും ഒരു റിപ്ലൈ തരാറില്ല. അപ്പോൾ നമുക്കിത് ഇത്രയും ഗ്രൂപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഈ 5 ഗ്രൂപ്പിൽ നിന്നും ഒരു ഗ്രൂപ്പാക്കി നമ്മൾ ചുരുക്കും. കാരണം ഒരു ഗ്രൂപ്പിൽ 250 ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾ ഓരോ പാർട്ടിസിപ്പേഷൻ ഇതുപോലത്തെ ഫോം പൂരിപ്പിച്ചാണ് നമുക്ക് 5 ഗ്രൂപ്പ് വേണ്ട. 250 വേണ്ട ഒരു ഗ്രൂപ്പിൽ. അതിൽ കുറച്ച് ആക്റ്റീവായിട്ടുള്ളവരെ വയ്ക്കുക. ഒരു 100 പേരെ സെലക്ട് ചെയ്ത് അവരോട് ചോദിക്കുക. അവരോട് ഒരു ക്ലാസ്സിലെങ്കിലും അറ്റൻഡ് ചെയ്തവരെ മാത്രം എടുക്കുക. അങ്ങനെ 100 പേരുടെ ഒരു ഗ്രൂപ്പ് ഇതുണ്ടാക്കിയിട്ട് അവരോട് ചോദിക്കുക, ഇങ്ങനെ ഇത്രയും പേരെ ഇതിൽ ചേർത്തിട്ടുണ്ട്, ഇതിന് നിങ്ങൾ പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശമുണ്ടെങ്കിൽ സ്വയം വ്യക്തമാവണം എന്ന് പറയും. അതേപോലെ തന്നെ നമ്മൾ ആദ്യം ഒരു പേരും വിലാസവും എഴുതാൻ പറഞ്ഞിട്ടുണ്ട്, ഗ്രൂപ്പിലിടാൻ പറഞ്ഞിട്ടുണ്ട്. അതിലിപ്പോൾ പലരും ഇട്ടിട്ടില്ല. നമ്മൾ അതിനുള്ള ഓരോ കോഡ് വെച്ചിട്ടാണ് AABBC എന്നെല്ലാം പറഞ്ഞിട്ടാണ് നിങ്ങൾ ഇത്രയും കാലം സേവ് ചെയ്ത് വെച്ചത്. നമ്മളങ്ങനെ പറഞ്ഞിരുന്നു എല്ലാവരും ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും കോൺടാക്റ്റ് തരണം, എല്ലാവരുടെയും ഡീറ്റെയിൽസ് തരണം.
എന്നിട്ടും ചോദിച്ചു അതിൻ്റെ വിലാസം ഇടുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് കുറേ ആൾക്കാർ കുറേ ചോദ്യങ്ങൾ ഗ്രൂപ്പിൽ വന്നിരുന്നു. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരെ ഞങ്ങൾ റിമൂവ് ചെയ്തിരുന്നു. കാരണം ഒരു പേരും വിലാസം എഴുതാൻ പോലും അവർക്ക് കഴിയില്ലെങ്കിൽ നമ്മൾ ആ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും കുറച്ച് ആൾക്കാർ ഇപ്പോൾ നമ്മൾ പല കോളുകൾ ഉപയോഗിച്ചാണ് കോൺടാക്റ്റിൽ സേവ് ചെയ്തത്. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറയുക, അവരുടെ പേരും അഡ്രസ്സും തരിക. കാരണം ഞങ്ങൾക്ക് ഇത് അന്തർജനങ്ങളാണോ അല്ലെങ്കിൽ എന്തും ഞങ്ങൾക്കും അറിയില്ല. പലരും ഇല്ലല്ലോ, അപ്പോൾ നമുക്കും ഇതറിയില്ല ആരാണ് ഇതുള്ളത്, ലിസ്റ്റ് ആരാണ്. നമ്മളിപ്പോൾ തന്ന ആൾക്കാരെല്ലാം ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ആരെല്ലാം ഈ ഇടയ്ക്ക് ആരെല്ലാം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അറിയെങ്കിൽ കൂടുതൽ ആൾക്കാർ അത് പറയുക, പേരും അഡ്രസ്സും നമ്മുടെ ഗ്രൂപ്പിൽ ഇടണം എന്നുള്ളത്. ഇപ്പോൾ ഇടാത്തതുണ്ട്. 5ാമത്തെ ഗ്രൂപ്പിൽ ഒരാളെ ഞങ്ങൾക്ക് അറിയില്ല. 5ാം ലാസ്റ്റ് ഉണ്ടാക്കിയ ഗ്രൂപ്പിൽ ആരും അറിയില്ല. ലിങ്ക് എല്ലാ ദിവസവും എഴുതുന്നുണ്ട്. പിന്നെ ഇനി പറയാനുള്ളത്, നമ്മൾ ആദ്യം ആചാരങ്ങൾ മാത്രമാണ് തുടങ്ങിയത്. പിന്നെ നമ്മളിപ്പോൾ മോട്ടിവേഷൻ ക്ലാസ് തുടങ്ങി, മറ്റ് പല ക്ലാസ്സുകളും നമ്മളിപ്പോൾ തുടങ്ങി. അതിനെക്കുറിച്ച് കുറേ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ആചാരങ്ങൾ എന്ന് പറഞ്ഞ് തുടങ്ങിയ ക്ലാസ് ഇത്രയും വ്യതിചലിച്ച് നമ്മളിപ്പോൾ പല ക്ലാസ്സുകളിലേക്കും മാറിയിട്ടുണ്ട്. പലർക്കും അത് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഒരു ക്ലാസ് ആവശ്യമില്ല. പിന്നെ കുറച്ച് കുട്ടികൾ 2-3 കുട്ടികൾ നാരായണീയം അപ്പോൾ ഒരു കുട്ടി വന്നപ്പോഴാണ് പല കുട്ടികളും ഇതിലേക്ക് പോയി. ഇപ്പോൾ ആ ഒരു കുട്ടി ആ ഒരു പ്രോഗ്രാം അവതരിപ്പിച്ചതോടെ പല കുട്ടികളും ഇപ്പോൾ പ്രോഗ്രാമിലേക്ക് വന്നു തുടങ്ങി. അവർക്കും ഇതുപോലെ അവതരിപ്പിക്കണം എന്നുള്ള രീതിയിൽ പലരും കാണാൻ തുടങ്ങി. അങ്ങനെ ഒരു അവസരം കിട്ടാൻ വേണ്ടിയിട്ട് പലരും അവർക്കും അവതരിപ്പിക്കണം എന്നുള്ളൊരു ഇത് വന്നിട്ട് ഞങ്ങളിപ്പോൾ പലരും കോൺടാക്ട് ചെയ്തു. കാരണം ഇപ്പം തന്നെ ഇപ്പോൾ കുറേ ആൾക്കാരുടെ പ്രോഗ്രാം ഞങ്ങൾ ലിസ്റ്റിട്ടുണ്ട്. അവരെല്ലാം ഇപ്പോൾ വെയിറ്റിങ്ങിലാണ്. കാരണം ആ ഒരു കുട്ടി അവതരിപ്പിക്കുന്നതിലൂടെ പലർക്കും വരണമെന്ന് തോന്നി. എല്ലാവരും ഇപ്പം പറയുന്നുണ്ട് എൻ്റെ മകൾ ഇന്ന് പഠിക്കുന്നുണ്ട്, അപ്പോൾ അവൾക്കൊരു അവസരം തരിക. അപ്പോൾ നമ്മൾ ഇപ്പോൾ അന്തർജനങ്ങളെക്കാൾ ഇതുപോലുള്ള നമ്മളെ പോലുള്ള പ്രായമുള്ള കുട്ടികളാണ് ഇതിലേക്ക് വരുന്നത്. കാരണം നമുക്ക് ഇനി അടുത്ത തലമുറക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ എനിക്കിപ്പോൾ വലിയ അറിവൊന്നുമില്ല. നിങ്ങൾ പറഞ്ഞു തരുന്നത് കേൾക്കുന്നു. പിന്നെ അണിമംഗല സാഹിത്യ അടുക്കൽ നല്ല കഥകളിലൂടെ പറഞ്ഞു തരുമല്ലോ നല്ല രസത്തോടെ കേട്ടിരുന്ന് പാട്ടെല്ലാം പാടും. നല്ല രീതിയിൽ പാട്ടെല്ലാം പാടി അതാകുമ്പോൾ നല്ല രീതിയിൽ മനസ്സിലാക്കിയെടുക്കാൻ അത് ഞങ്ങൾക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ വലിയ രീതിയിലല്ല, ഒരു ചെറിയ രീതിയിൽ ഞങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ, ഞങ്ങൾക്ക് വലിയതാണെന്ന് അറിയില്ല. അപ്പോൾ ആ ഒരു ചെറിയ മനസ്സിലാവുന്ന രീതിയിൽ ഇനിയും അറിയുന്ന ആൾക്കാർ മുന്നോട്ട് വരണം. നമുക്ക് ഇതുപോലുള്ള ക്ലാസ്സുകൾ വേണം, അത് അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ അതിനൊക്കെ ഞാനൊരു കാര്യം പറയാം. എന്താണെന്ന് അറിയാം, മോട്ടിവേഷൻ പ്രോഗ്രാമിനെ കുറിച്ചിട്ട് പൊതുവെ ഇങ്ങനെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇത്തരം ക്ലാസ്സുകളെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ നമ്മുടെ മാർക്കറ്റിൽ റെഡിലി അവൈലബിളാണ്. ഇതിനേക്കാളും നമ്മുടെ ഇടയിലുള്ള ഒരു